ഹലോ, അസ്സലാമലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗെയ്സ്. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖല്ലേ? ഇപ്പം ഈ കാണിക്കണ പ്രാന്ത് നോക്കിയേ, മഴ പെയ്യണ്ടിട്ടാ. മഴ ഇങ്ങനെ ചാറിയും കൊണ്ട് നിൽക്കുന്നുണ്ട്. ഞാൻ എന്നാലും വേണ്ടില്ല, മുറ്റടി തന്നെ. ഇക്കാച്ചെങ്കിൽ മുറ്റടിച്ചില്ലെങ്കിൽ ഒരു ഇടങ്ങേറാട്ടാ. എല്ലാവരും മഴ പെയ്താൽ മുറ്റടിക്കണ്ടല്ലോ എന്നുള്ള ഒരു ഇതല്ലേ, സന്തോഷമല്ലേ. എനിക്ക് അങ്ങനെയല്ല കേട്ടോ, എനിക്ക് മുറ്റടിക്കണം. എനിക്ക് ബാക്കിൽ അങ്ങോട്ട് വന്ന് നിൽക്കുമ്പോഴേ ആകെ മരങ്ങളല്ലേ, കാറ്റ് വീശിയിട്ട് വെച്ചെങ്കിൽ ആകെ ചപ്പും ചവറും. എനിക്കിങ്ങനെ കണ്ടു കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര ദേഷ്യാട്ടാ. അങ്ങനെ അത് കാരണം എന്തായി, തലയിൽ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഉറക്കെ ഇട്ട് മുറ്റടിക്കാൻ അങ്ങോട്ട് ഇറങ്ങി. എൻ്റെ ഉമ്മ അത് കണ്ടിട്ട് ഉമ്മ ഓരോന്നും പറയുന്നുണ്ടാവും കേട്ടോ. ഇത് ചെറുപ്പത്തിലുള്ള സ്വഭാവമാണ്, ഞാൻ സ്കൂളിൽ പഠിക്കാൻ പോകുമ്പോഴുള്ള സ്വഭാവം കേട്ടോ. ഉമ്മ അത് കണ്ടിട്ട് വിചാരിക്കുന്നുണ്ടാവും, ഈ സ്വഭാവം അവൾക്ക് ഇപ്പോഴും ഉണ്ടോ എന്ന് വിചാരിക്കുന്നുണ്ടാവും കേട്ടോ. എന്താ വെച്ചിങ്ങനെ കുട ചൂടിയിട്ട് ഞാൻ മുറ്റടിച്ച് തരിക. ഇതേപോലെ എൻ്റെ എൻ്റെ ഉമ്മയുടെ തറവാട്ടിലായിരുന്നു ആദ്യം ഞങ്ങൾ താമസിച്ചത്. അപ്പോൾ ഇങ്ങനെ കുറേ മുറ്റങ്ങളുണ്ട്, പണ്ടത്തെ വീടാട്ടാ. അപ്പോൾ ഓരോ സൈഡ് അങ്ങനെ ഞാനും എൻ്റെ അനിയത്തിയും കൂടിയിട്ട് അങ്ങനെ അടിക്കും. അത് മഴയായാലും വേണ്ടില്ല, വെയിലായാലും വേണ്ടില്ല, കാറ്റ് വീശിയാണെങ്കിലും വേണ്ടില്ല കേട്ടോ, ഞങ്ങൾ അടിച്ചു തരും. ആ ശീലം ഇന്നത്തെ വരെ ഉണ്ട്. അതുകൊണ്ടാണ് കേട്ടോ ഇപ്പം ഇങ്ങനെ മഴ പെയ്താലും ഇങ്ങനെ അടിച്ചു വരുന്നേ. എന്താണെന്നറിയില്ല, ഭയങ്കര ഒരു ഇടങ്ങേറ്. ഇങ്ങനെ ചപ്പായിട്ട് ഇങ്ങനെ കിടക്കുന്ന കാണുമ്പോൾ എന്താണെന്നറിയില്ല ആ ഒരു ബുദ്ധിമുട്ട്. അപ്പോൾ ഈ വേസ്റ്റ് കൊണ്ട് കളയാൻ പോണത് അവിടെ കുറേ പൂച്ചോളും കോഴികളും ഉണ്ട്, ആ പട്ടിക്കുട്ടികളും ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. പട്ടിക്കുട്ടികളെ പിന്നെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ലേ, ഞാൻ പിന്നെ വീഡിയോയിൽ ഇടയ്ക്കൊക്കെ ഇടുന്നുണ്ട്. അപ്പോൾ അവറ്റൊക്കെ തിന്നോട്ടെ, നമ്മൾ മാത്രം തിന്നാൽ പോരല്ലോ, അവറ്റും തിന്നട്ടെ. വല്ല വൃത്തിയും പോലെ വെച്ചിട്ട് ഒരു ഇലയൊക്കെ പൊട്ടിച്ച്, ആ തേക്കിൻ്റെ ഇലയൊക്കെ പൊട്ടിച്ച് കൊണ്ടുപോയി അവിടെ ഇട്ട് കൊടുത്തു. അതിൽ ആവശ്യമില്ലാത്ത കച്ചറകളൊക്കെ മാറ്റി കൊടുത്ത് തിന്നോട്ടെ വെച്ചിട്ട് ഞാൻ ഇട്ട് കൊട്ടിയിട്ട് ഇങ്ങോട്ട് വരുമ്പോഴത്തേനും പൂച്ച വന്നുട്ടാ. എന്താ ബേക്ക് വിക്കൽ വരുന്നുണ്ടില്ലേക്ക് വയ്യ. അപ്പം അങ്ങനെ പൂച്ചോള് വരുന്നുണ്ട് കഴിക്കാൻ. പിന്നെ മഴ കാരണം പട്ടിക്കുട്ടികൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് ഇറങ്ങണില്ല കേട്ടാ. ഇപ്പം ഇത് പട്ടിക്കുട്ടികൾ ഇപ്പം മണ്ടയമാവെന്ന് തോന്നണ്. ഇക്കാച്ചെങ്കിലോ ഇന്നലെ വൈകുന്നേരം പൊതിച്ചോറുണ്ടാക്കുമ്പോൾ നമ്മൾ മീൻ കൂട്ടാനൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അതൊക്കെ കൂട്ടി കുഴച്ച് ഇന്നലെ വൈകുന്നേരം ആകുമ്പോൾ ചോറൊക്കെ കൊടുത്ത് പട്ടിക്കൊക്കെ തിന്നാൻ ഇതാ കണ്ടില്ലേ. ഇന്നലെ വൈകുന്നേരം ഞാൻ വീഡിയോ പിടിച്ചതാട്ടാ. വലിയ മീൻ കഷ്ണമൊക്കെ ഇട്ടിട്ട് എന്താ പറയുക, വലിയൊരു തിന്നണുണ്ട്. നല്ല വലിയ കഷ്ണങ്ങളൊക്കെ ഇട്ട് കുഴച്ച് കൊടുക്കുക. അപ്പം ഞാൻ പറയുന്നുണ്ട്, വല്ലാണ്ടൊക്കെ സ്നേഹിച്ച് കഴിഞ്ഞാൽ പൂവില്ല കേട്ടാ, പിന്നെ മേത്തുനിന്ന് പൂവില്ല എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടാ. ഞാൻ എന്താ പറയുക ചെയ്യുക, വലിയൊരു കൂടാ മേടിക്കും, എന്നിട്ട് ഒക്കേനെ എനിക്ക് ഇടുന്നു. ഇതിന് എന്താണെന്നറിയില്ല, പട്ടിക്കുട്ടികളെയൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പട്ടികളെയൊക്കെ എനിക്ക് ഇഷ്ടമില്ലാണ്ടൊന്നല്ല കേട്ടോ, അത് ഭയങ്കര ഇടങ്ങേറാവും. പട്ടികൾ പിന്നെ സ്നേഹിച്ചാൽ പിന്നെ അവർ എവിടെ വെച്ച് കണ്ടാലും അവർ പോവില്ല. പിന്നെ എന്തെങ്കിലുമൊക്കെ ആയി കഴിഞ്ഞാൽ അങ്ങനെ ഒരു പേടിയാണ് ഞാൻ ചിന്തിക്കൂട്ടാ. അപ്പോൾ ഇപ്പറ്റൊക്കെ നിന്ന് നോക്കണമൊക്കെ ഇത് ഇങ്ങനെ കഴിക്കണത്. പട്ടിക്കുട്ടികൾ അവിടെ നിൽക്കുന്നുണ്ട് കേട്ടാ. കാക്ക എന്താ സന്തോഷം വെച്ചിട്ടാ. അങ്ങനെ അവർ തിന്നട്ടെ അല്ലേ, നമ്മൾ മാത്രം നിന്ന് വയറിറച്ച പോരല്ലോ, മിണ്ടാപ്രാണിയോട് തിന്നട്ടെ. മനുഷ്യന്മാരായിട്ട് സ്നേഹമാട്ടാ പറ്റിക്ക്, തിന്നാൻ കൊടുത്തു കഴിഞ്ഞാൽ പറ്റിക്ക് സ്നേഹം കാണിക്കും. അപ്പം ഇന്നലെ വൈകുന്നേരം കുഞ്ഞുമൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അവർ മോളുടെ കല്യാണം പറയുന്നത്, അനിയത്തിയുടെ കല്യാണമാണ്. അപ്പോൾ ഈ മാസം 30-ാം തീയതി കല്യാണം. അപ്പോൾ കല്യാണം പറയാനൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവരൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല. പെട്ടെന്ന് പ്രതീക്ഷിക്കാണ്ട് വന്ന് കയറിയപ്പോൾ അതൊന്ന് ഷോക്കായിപ്പോയി. അപ്പോൾ അവർ കല്യാണം പറയാനൊക്കെ വന്നു. ഇപ്പോൾ ഇൻഷാള്ള കല്യാണം ഉണ്ട്. പിന്നെ എന്താ, ഒരു അനിയൻ ഗൾഫിൽ നിന്ന് വന്നിട്ടുണ്ട്. എൻ്റെ അനിയനല്ല, എൻ്റെ മുത്തുമാടെ മോന്, അവനും ഗൾഫിൽ നിന്ന് വന്നിട്ടുണ്ട്. അവൻ്റെ നിശ്ചയം ഇൻഷാള്ള ഉണ്ടാവും. അപ്പോൾ കുറച്ച് വിശേഷങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇൻഷാള്ള എല്ലാം നമുക്ക് ഇതിൽ കാണിക്കാം. അപ്പം എൻ്റെ തിരുമ്പലൊക്കെ കഴിഞ്ഞു. തിരുമ്പലിൻ്റെ ഇടയിൽ വാതിൽ തുറന്ന് കിടക്കുകയായിരുന്നു. അപ്പം ഉണ്ട് ഇക്ക വന്നിട്ട് ഒറ്റ പേടിയായിട്ടില്ലിട്ട കേസ്. ഞാൻ പേടിച്ചു, ആരാണ് ആലോചിച്ചിട്ട് എന്നെ ചീത്ത പറഞ്ഞിട്ടാ, എനിക്ക് എന്താ വാതിലൊക്കെ തുറന്നിട്ടിട്ട് ഈ എന്താ ഇവിടെ കാണിക്കുന്നതെന്നൊക്കെ പറയുകയാണ്. ആരെങ്കിലും വന്ന ഈ അറിയുമോ എന്നൊക്കെ ചോദിച്ചിട്ട് ഒരു ഓളി ഇടില്ലേ. ഞാൻ ശരിക്കും പറഞ്ഞ് ഞെട്ടിയിട്ട് കേസ്. ഞാൻ എടുക്കാൻ ചീത്ത പറഞ്ഞു, ഒന്നും കോണിമ്പല്ലെങ്കിലും അടിച്ചുകൂടെ, എന്ന് ഓളിട്ടിട്ട് വരുന്നതെന്നൊക്കെ ചോദിച്ചുവിട്ടാ. അപ്പം ഈ കാണിക്കേണ്ട എന്താ വെച്ചെങ്കിൽ, പ്ലാസ്റ്റിക് എടുക്കാൻ ചേച്ചിമാർ വരും. അവർ വന്നിട്ട് പഴയ തുണികളുണ്ടെങ്കിൽ എടുത്തേക്കാൻ പറഞ്ഞു. ഞാൻ വെച്ചെങ്കിൽ അലമാരയിൽ കുറേ ആവശ്യമില്ലാത്ത കുന്തങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ ഞാൻ ഇതൊന്നും ഇടുന്നില്ല കേട്ടാ. അപ്പോൾ അതൊക്കെ ഞാൻ ചാക്കിലാക്കിയപ്പോൾ ഇപ്പോൾ ഇക്കാക്കൊക്കെ ആവശ്യമായി. ഇതെന്തിനാ ഈ കളയുന്നത്, ഇത് നല്ല ബനിയനാ, ഇതെന്തിനാ ഈ ട്രൗസറൊക്കെ ഞാൻ കാശ് കൊടുത്ത് മേടിച്ചത്, അതൊക്കെ കളയി നോക്കിയെന്നൊക്കെ പറഞ്ഞിട്ട് ഒക്കെ ഇങ്ങോട്ട് കുറേയൊക്കെ ഇങ്ങോട്ട് എടുത്തു. അപ്പോൾ ഞാൻ പറയുകയാണേ, ഇത് വെന്നാട്ടി പോയിട്ട് അത് നിർത്തിക്കൊണ്ടേയും മതിയെന്ന്. എന്തോരം ചുറ്റത്ത് വെച്ച് ഇടൂല്ല, ഒക്കെ ഇങ്ങനെ കുന്നുകൂട്ടി വെക്കുക. എന്നിട്ട് ഓരോന്ന് എടുക്കുമ്പോൾ ഇങ്ങനെ പ്രളയം വന്നാൽ എന്ത് തുണി മുണ്ടൊക്കെ അങ്ങോട്ട് മറിച്ചിടുക, എന്നിട്ട് കുത്തി തിരികെ അങ്ങോട്ട് വെച്ചിട്ട് ആൾ പോവും. അങ്ങനത്തെ സ്വഭാവമാണ്.
അപ്പോൾ എന്താ വെച്ചെങ്കിലേ ഈ പാത്രം കഴുകണേൻ്റെ തൊട്ടി ഓട്ടയുണ്ട്. അപ്പോൾ ഈ വെള്ളം നമ്മളിപ്പോൾ ആ വളപ്പിക്കല്ലോ ഒഴിക്കണത്. അപ്പോൾ അത് വേറെ മേടിച്ചു കിട്ടാം. ഇന്നലെ ഇക്കാട് ഞാൻ ഈ വെള്ളം ഒന്നും അങ്ങോട്ട് കളയി പറഞ്ഞപ്പോൾ ഇക്കാടെ മേലൊക്കെ വെള്ളമായി. അത് കാരണം എന്തായി, ഈ പൊട്ടി ഓട്ടമുള്ള ഈ കഴുകിയിട്ട് ഒഴിക്കുന്നത് എൻ്റെ മേലൊക്കെ നനഞ്ഞു. ഞാൻ എത്ര പറഞ്ഞാലും മേടിച്ചു തരില്ലല്ലോ. അപ്പോൾ അനുഭവിച്ചപ്പോൾ വേഗം മേടിച്ചു തന്നൂലേ എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ. അപ്പോൾ ഇന്ന് എത്ര ആയിന്നറിയത് പൊട്ടിയിട്ടിരിക്കുന്നു. അപ്പോൾ അങ്ങനെ ഇത് താത്താക്ക് കൊണ്ടു കൊടുക്കാൻ പോവാട്ടൊക്കെ. അപ്പോൾ പിന്നെ എന്താ, ഞാൻ ആ മുറ്റടിച്ച വളപ്പില്ലേ, അതിപ്പോൾ പുതിയ ആൾക്കാർ നമ്മുടെ ഫാമിലിയിൽ വന്നിട്ടുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടി പറയാട്ടാ, അത് നമ്മുടെ വളപ്പല്ല, അത് വല്ലവരോ വളപ്പാട്ടാ. നമുക്ക് ആ അതിര് വരെ ഉള്ളൂ നമ്മുടെ. അപ്പോൾ ആ മുറ്റൊക്കെ ഒന്ന് കാണുമ്പോൾ ഒരു വൃത്തികേടല്ലേ വെച്ചിട്ട് അടിച്ച് വൃത്തിയാക്കി ഇരുന്നതാണ്. ആ വളപ്പൊന്നും നമ്മുടെ അല്ല കേട്ടോ. അപ്പോൾ ഇത് വരക്കൊക്കെ തന്നെ ഉള്ളൂ, 3 സെൻറ്റല്ലേ. അപ്പോൾ അതിനനുസരിച്ചുള്ള സ്ഥലം തന്നെ ഉള്ളൂ കേട്ടോ. അപ്പോൾ അങ്ങനെ അവർ എന്താ വെച്ചാൽ പെരുമാറിക്കോളെ, തൂണോള് തോരട്ടോളെ, വിറക് വെച്ചോളെ എന്നൊക്കെ അവർ പറഞ്ഞിട്ടൊക്കെ ഉണ്ട്. നല്ല ആൾക്കാരാണ്. അപ്പോൾ അങ്ങനെയൊക്കെ ബൈക്ക് കഴുകുന്നുണ്ട്. ഞാൻ മീൻ നന്നാക്കുക, ചൂടപ്പൊടി ഇട്ടാൽ നന്നാക്കാൻ. ഇക്ക പണിക്ക് പോകാണ്ട് കുടുംബത്തിൽ ഇരുന്നാണ്ടല്ലോ ഒരു പണി ചെയ്യാതിരിക്കില്ല. അത് ഒക്കെ ഞാൻ തന്നെ എടുത്ത് കൊടുക്കണം. ഞാൻ പറഞ്ഞു എന്നാൽ ചൂടപ്പൊടിൻ്റെ കൂടെ നന്നാക്കാൻ വരുമോ വെച്ചപ്പോൾ വേഗം ബൈക്ക് കഴുകാൻ നിന്നു. എന്താ മുതൽ വെച്ചിട്ടാ. അങ്ങനെ പണിക്ക് പോയില്ലേ ചിങ്ങിക്കൊരു തോരും തരില്ല. കൂട്ടാനായില്ലേ, അതായില്ലേ, ഇത് എപ്പോൾ ആവുക, അങ്ങനെ ചോദിച്ചിട്ട് ഇങ്ങനെ നിൽക്കും. ഇനിയിപ്പോൾ ചൂടപ്പൊടി നന്നാക്കാതിരിക്കുക എത്ര നേരമെന്നറിയോ. ഞാൻ ഇക്കാട് പറഞ്ഞു കുറച്ച് എടുത്തിട്ടുള്ളൂ കേട്ടോ. ആകെ അര കിലോനെ മേടിച്ചിട്ടുള്ളൂ. നന്നാക്കാൻ ഭയങ്കര പാടല്ലേ. അപ്പോൾ ഒരു ലേശം എൻ്റെ അടുത്തേക്ക് വായു ഇതൊന്നും നന്നാക്കിയിട്ട് എന്നൊക്കെ പറഞ്ഞു. വേഗം ബൈക്ക് കഴുകി. അപ്പോൾ പിന്നെ പറയില്ലല്ലോ. അപ്പോൾ അങ്ങനെ എന്തായാലും വേണ്ടില്ല, ഞാൻ തന്നെ നന്നാക്കി വെച്ചിട്ടിരുന്നു. കുറച്ച് നേരം പിടിച്ചുട്ടാ. ചൂടപ്പൊടി നന്നാക്കാൻ ഇത്തിരി പാടാ. അപ്പോൾ പൂച്ചോള് ഇന്ന് കരയുന്നുണ്ട്. ഒറ്റയ്ക്ക് ഓരോ തലയൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഞാൻ. പിന്നെ എന്താ പറയാനുള്ളത്, എന്താ നമ്മുടെ വീഡിയോ ഇഷ്ടമാവുന്നുണ്ട്, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. കമൻറ്റ് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ എഴുതുക. എന്താ പറയുക, ഇതൊക്കെ തന്നെ പറയാനുള്ളത്. ലൈക്ക് ചെയ്യുക. ആരും ലൈക്ക് ചെയ്യണില്ല. വീഡിയോ കാണുന്നവരൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അങ്ങനെ ഇത് വരക്കുള്ള ഈ കെട്ട് വരള്ളോട്ടാ സ്ഥലം. അവിടുന്ന് അങ്ങോട്ട് വളപ്പ് വല്ലവരെ വളപ്പാണ്. അപ്പോൾ അത് അറിയാത്തവർക്ക് പറഞ്ഞു തന്നത്. ഞാൻ ആദ്യം വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടൊക്കെ ഉണ്ട്. എൻ്റെ വീഡിയോ ആദ്യം മുതലേ കാണുന്നവർക്ക് അറിയാം. പക്ഷെ ഇനിയിപ്പോൾ പുതിയ ആൾക്കാരൊക്കെ നമുക്ക് വന്നിട്ടുണ്ട്. എന്തായാലും സന്തോഷമായിട്ടാണ്. അപ്പോൾ സപ്പോർട്ട് ചെയ്യുക നമ്മുടെ വീഡിയോ ഒക്കെ കണ്ടിട്ട്. അപ്പോൾ മീൻ നന്നാക്കലൊക്കെ ഒരു വിധം അങ്ങോട്ട് കഴിച്ചു. എന്താ പറയുക, മീൻ കൊണ്ട് കളയാൻ നന്നാക്കി വെള്ളം കൊണ്ട് കളയാൻ പോയപ്പോൾ ഒരു 3-4 എണ്ണം അതിൽ കിടക്കുന്നുണ്ടായിരുന്നു. അത് സാരില്ല, അത് പൂച്ചോട് തിന്നോട്ടെ വെച്ചിട്ട് ഞാൻ സാരില്ല വെച്ചിട്ട് പോന്നു. അവർ തിന്നോട്ടെ വിചാരിച്ചിട്ട് അത് നന്നാക്കൽ കഴിയണ്ടപ്പോൾ ഇത്. അപ്പോൾ അതിന് കുറച്ചെടുത്ത് പൊരിക്കാനാക്കിയിട്ടെടുത്തു. പിന്നെ കുറച്ച് കൂട്ടാനും വെക്കാട്ടോ. അപ്പം ചൂടപ്പൊടി കൂട്ടാൻ വെക്കണത് വെറുതെ ഒരു മുളക് ചാറ് പോലെ വെക്കാൻ വെച്ചിട്ടാണ്. പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ കൂട്ടാൻ വെച്ചത്. ഒരു 2 ടീസ്പൂൺ മുളകും പൊടിയും ഇത്തിരി എരിവൊക്കെ വേണം കേട്ടോ. ഇക്കാക്കും ഇക്കും വേണം, കുട്ടികൾക്ക് അത്യാവശ്യം വേണം. അത് കാരണം 2 ടീസ്പൂൺ മുളക് പൊടി എടുത്തു. എൻ്റെ അനിയത്തി ഉണ്ടല്ലോ, മുളക് തീരെ അവൾക്ക് പറ്റില്ല. ഒരു ലേശം അങ്ങോട്ട് എരിവ് കൂടി അവൾക്ക് ഇങ്ങനെ ആകെ ഇടിച്ചില്ല. അപ്പോൾ അവൾ പറഞ്ഞു, ഞാൻ കഴിക്കുമ്പോൾ ഒരു താത്താക്ക് എരിവില്ലേ, എന്ത് എരിവാന്ന്. അവൾക്ക് എന്താണെന്ന് അറിയില്ല, എരിവ് അടുത്ത് കൂടെ പോകില്ല കേട്ടോ. അതിന് ഭേദം ഞാൻ നല്ലോണം എരിവ് കഴിക്കും, അതാണ് ഞാൻ. അപ്പം അങ്ങനെ പിന്നെന്താ, കൂട്ടാൻ അടുപ്പത്ത് വെച്ചു. ഇനി മീൻ പൊരിക്കണം. ഈ ചട്ടി മൂടാനുള്ളൊരു തട്ട്, അതിന് പാകത്തിനുള്ള തട്ടില്ല കേട്ടോ. അതപ്പോൾ ഈ ദോശക്കല്ലിൻ്റെ പാൻ വെച്ചിട്ടൊന്ന് മൂടി വെക്കണേ. അതിനുള്ള പാകമുള്ള തട്ടില്ല, അതാണ്. അപ്പോൾ മീൻ പൊരിക്കാനായി. അപ്പം ഇനി എന്താ, ഇക്കാക്ക് പിന്നെ പണിക്ക് പോകാണ്ടിരുന്ന ഭയങ്കര വിശപ്പ് കൂടല്ല. അപ്പം ഞാനൊരു ആപ്പിളൊക്കെ എടുത്ത് തൊലിയൊക്കെ ചെത്തി ഇക്കാക്ക് കൊണ്ട് കൊടുത്തുട്ടാ. അപ്പം ഞാൻ എന്താ പറയുക, ആപ്പിൾ കഴിക്കുമ്പോൾ ഇന്ന് ചുമക്കുന്നുണ്ട്. അപ്പം എന്താ വെച്ചാൽ പച്ചമുളക് കീറിയ കത്തി കൊണ്ടാണ് ആപ്പിൾ മുറിച്ചത്. അത് കാരണം എന്താ എരിഞ്ഞിട്ട് വയ്യ. അപ്പം ഇക്ക പറയുക, അതെന്ത് ഈ ആപ്പിൾ എരിയെന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞേ കത്തിയിൽ പച്ചമുളക് കീറിയതാണ്, അതാണ് ഇപ്പം എരിയുന്നത്. അപ്പോൾ ഞാൻ ചിരിച്ചിട്ട് തോറ്റു. ഇരുന്ന് ചുമയ്ക്കുക, മുളക് ഇങ്ങനെ കാറിയിട്ടേ നല്ലോണം ചിരിച്ചിരുന്നിട്ടാ. തൊലിക്കണ്ടെങ്കിൽ എന്നൊക്കെ പറഞ്ഞിട്ട് ഇന്നെ ഓരോന്ന് പറഞ്ഞിട്ടാ. എന്ത് മണ്ണേത് എന്നൊക്കെ പറയുന്നൊക്കെ ഉണ്ട്. അപ്പം അങ്ങനെ കൂട്ടാൻ പറഞ്ഞിട്ട് അങ്ങനെ കൂട്ടാനായി, മീൻ പൊരിച്ചതായി. ഇന്നലത്തെ കടുമാങ്ങച്ചാറാട്ടാ, പൊതിച്ചോറിലേക്ക് വേണ്ടിയിട്ട് മേടിച്ചതാണ്. അപ്പോൾ അച്ചാർ കുറച്ചിരിക്കുന്നുണ്ട്. മീൻകൂട്ട സൂപ്പറായിട്ടാണ് കൂട്ടാൻ വെച്ചത്. ഒന്ന് തണുത്തപ്പോൾ ഒന്നുകൂടി ടേസ്റ്റായി.
ഇനിയിപ്പോൾ ഇത് നാളേക്ക് ഒന്നുകൂടി നന്നാവൂട്ടാ. അപ്പോൾ നല്ല നെയ്യുള്ള ചൂടപ്പൊടിയായിരുന്നു. അപ്പോൾ അടുക്കളയിലത്തെ പണി അങ്ങോട്ട് കഴിച്ചു. ഇനിയിപ്പോൾ എന്താ അടുപ്പന്നാതെ ക്ലീൻ ആക്കില്ല. ആകെ മീനിൻ്റെ ഇത് തെറിച്ചിട്ടേ ചൂടപ്പൊടി ഇങ്ങനെ പൊട്ടിത്തെറിക്കുകയാണ്. അപ്പോൾ അതൊക്കെ ആകെ തെറിച്ച് ആകെ അതിൻ്റെ. അപ്പോൾ അതൊക്കെ ഒന്ന് സോപ്പൊക്കെ ഇട്ട് കഴുകി. ഇത് എല്ലാ പ്രാവശ്യം ചെയ്യണതാട്ടാ. അങ്ങനെ വീഡിയോ എടുക്കാറില്ല എന്നുള്ളൂ. വീഡിയോ അതെപ്പോൾ എടുക്കണത് അടുപ്പം തറ തുടയ്ക്കണതൊക്കെ ഒന്ന് കാണിച്ചു തരാൻ വിചാരിച്ചു. അപ്പോൾ എന്തായാലും അതങ്ങോട്ട് എടുത്തു. അപ്പോൾ എല്ലാ പണിയും കഴിഞ്ഞു. ഇനിയിപ്പോൾ നിലം തുടയ്ക്കണം. അതിൻ്റെ ഇടയിൽ ഇപ്പോൾ വരും. ഒക്കെ റോട്ടിക്ക് പോയിക്കാം, ക്ലബ്ബിൽ പോയിരിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ വിശന്നിട്ട് വയ്യാൻ വേണ്ടി ചോറ് കഴിക്കാൻ വരും. അങ്ങനെ ഇന്നലത്തെ വീഡിയോയിൽ എല്ലാവരും ഫൈസിക്ക് ഹാപ്പി ബർത്ത്ഡേ എന്നൊക്കെ പറഞ്ഞ് വിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും താങ്ക്സ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാനൊക്കെ കമൻറ്റിന് ഞാൻ പരമാവധി റിപ്ലൈ ഒക്കെ തരുന്നുണ്ട്. കാണുമ്പോൾ ഞാനൊക്കെ റിപ്ലൈ തരുന്നുണ്ട് കേട്ടോ ഞങ്ങൾക്കൊക്കെ. അപ്പോൾ എന്താ വെച്ചിങ്ങ ഇതിൻ്റെ ഇടയിൽ ഇപ്പോൾ ഇക്ക വന്നു കേട്ടോ ചോറ് ചോദിച്ചിട്ട്. ഇവിടെ തുടയ്ക്കുമ്പോഴല്ല, ആ വർക്ക് ഏരിയ തുടയ്ക്കുമ്പോൾ വന്നു ചോറ് ചോദിച്ചിട്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു ഇത് തുടച്ചിട്ട് മതിയാ, എന്താ വേഗം തുടയ്ക്കാന്നൊക്കെ പറഞ്ഞു കേട്ടോ. അപ്പോൾ ചോറ് കൊടുക്കണ കാണാനില്ല. അപ്പോൾ ആളെന്നെ തന്നെ എടുത്ത് പോയി തിന്നുട്ടോ. എൻ്റെ അത് ഇന്ന് എനിക്ക് ചോറ് തരില്ലുണ്ടാവില്ല. എൻ്റെ ഈ തുടച്ച് നിൽക്കൽ ഞാൻ എടുത്ത് കഴിച്ചോണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഇക്കന്നെ എടുത്ത് കഴിച്ചു. ഞാൻ വെച്ചെങ്കിൽ അടുപ്പം തറ തുടയ്ക്കുകയാണെങ്കിൽ എല്ലാ സ്ഥലവും ഒക്കെ തുടയ്ക്കും. എന്താ എല്ലാ ഫ്രിഡ്ജും എവിടെയൊക്കെ തുടയ്ക്കാൻ പറ്റും അവിടെയൊക്കെ തുടയ്ക്കിട്ട്. ഞാൻ അത് കഴിഞ്ഞിട്ട് പിന്നെ നിലം തുടയ്ക്കാൻ നിൽക്കുള്ളൂ. അപ്പം അങ്ങനെ എന്താ കയറി വരുന്നത് തന്നെ അടുക്കളല്ലേ. അപ്പോൾ ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ എന്താ അങ്ങനെ കിടക്കണേ അയ്യേന്ന് പറയല്ലേ എന്നുള്ളൊരു ഇതുണ്ട്. അപ്പോൾ ഞാൻ ഒക്കെ വൃത്തിയാക്കിയിട്ട് വരുന്നതാട്ടാ. അപ്പോൾ ഗ്യാസ് അടുപ്പൊക്കെ ഇനി അടുത്തത് ഈ കുഞ്ഞ് വർക്കേരിയാണ്. ആദ്യം ഈ ഗ്യാസ് അടുപ്പ് ഇരുന്നിരുന്നത് അവിടെയാണ്. അപ്പോൾ പിന്നെ അവിടെ ഇരുന്ന് ആകെ ബുദ്ധിമുട്ട്. ഈ മീൻ പൊരിച്ചതിൻ്റെതൊക്കെ തെറിച്ച് ആകെ ചമരുമൊക്കെ വൃത്തികേടാവുക. ആള് കഴിഞ്ഞാൽ നേരെ കാണുന്നത് അടുക്കളല്ലേ. അപ്പോൾ ഞാൻ ഇവിടെ കൊണ്ടുവന്ന് വെച്ചു കൂട്ടാ. അടുപ്പ് എന്തായാലും കത്തിക്കണില്ല. അടുപ്പ് കത്തിച്ചുള്ള അവസ്ഥ ആകെ കരിയും പുകയൊക്കെയാണ്. അപ്പോൾ അടുപ്പ് വെക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. ഞാൻ വേനൽക്കാലം ആകുമ്പോൾ അവിടെ കൊണ്ട് പുറത്തേക്ക് തീ കത്തിക്കുക ചെയ്യട്ടെ, ചോറ് വയ്ക്കും അങ്ങനെ. അപ്പോൾ ഇക്ക കണ്ടില്ലേ ഇടയ്ക്ക് വന്നിട്ട് ചോറ് ചോദിക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞു 5 മിനിറ്റ് ഇക്ക ഞാൻ അപ്പോൾ തരാൻ പറഞ്ഞു. അപ്പോൾ ഇക്ക പറയാം ഞാൻ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ചീത്ത പറയരുതിട്ടാ പറഞ്ഞിട്ടാ. അപ്പോൾ എന്താ പറഞ്ഞപ്പോൾ ഞാൻ ഈ പെനിയൻ്റെ നനഞ്ഞുണ്ട് അത് ഊരി എടുത്തേ, എന്താ ചീത്ത പറയരുതിട്ടാന്ന്. എന്താ വെച്ചെങ്കിൽ എവിടെ ഇങ്ങനെ തിരുമ്പാനാക്കുക, എവിടെ കൊണ്ടിട്ട് ഉണക്കുക, വെയിലും ഇല്ല ഈ മഴയത്ത് എങ്ങനെ ഇത് ഉണങ്ങുമോ. അപ്പോൾ എന്താ പാപ്പ ഇങ്ങനെ ചോദിച്ചപ്പോൾ പിന്നെ എന്തെങ്കിലും അങ്ങോട്ട് ഊരിക്കോ പറഞ്ഞു കേട്ടാ. അപ്പോൾ ബനിയനൊക്കെ ഊരി തന്നു. അങ്ങനെ അടുപ്പം തറ ഏതാണ്ട് തുടക്കലൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഈ അങ്കാട്ടാ. ഞാനൊക്കെ മാത്രമേ ഉള്ളൂ. കുട്ടികളൊക്കെ സ്കൂളിൽ പോയി. അങ്ങനെ ഇനി എൻ്റെ ചോറേക്കൽ കഴിഞ്ഞ് ഇനി ഇപ്പോഴാട്ടെ ഇനി എഡിറ്റ് ചെയ്യാനൊക്കെ ഇരിക്കുക. വീഡിയോ എടുത്തത് എഡിറ്റ് ചെയ്ത് വോയിസ് കൊടുക്കുക വൈകുന്നേരത്താട്ടാ. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. പുതിയ കൂട്ടുകാരൊക്കെ നമ്മുടെ ഫാമിലിക്ക് വരുന്നവരടിച്ചിങ്ങനെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ഇടുക. അപ്പോൾ എല്ലാവർക്കും കണ്ടില്ലേ ചോറ് എടുത്ത് കൊണ്ടുപോകണ്ട. ഞാൻ ചോറ് എടുത്ത് കൊടുക്കാത്ത കാരണം ഒന്ന് വേഗം ആളെന്നെ എടുത്ത് പോയിട്ട് കഴിക്കാനിട്ടാ. അങ്ങനെ എനിക്ക് ചോറ് എടുത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ടാണ് പോയി എടുത്ത് കഴിക്കണത്. അപ്പോൾ എന്തായാലും നാളെ കാണട്ടെ നല്ല വിശേഷങ്ങളായിട്ട്. ടാറ്റാ.